അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കൊറിയറുകൾ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് കാത്തിരുന്ന 2 പ്ലാന്റ്സ് ആണ്. ഏതാ നമുക്ക് നോക്കാം. ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ സ്ഥിരം വാങ്ങുന്ന ഒരു സെല്ലറാണ്. എൻ്റെ 2-3 ഫ്രണ്ട്സിനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന്. ഇവരുടെ പ്ലാന്റ്സ് അഫോർഡബിൾ റേറ്റിൽ വലിയ പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്ക് 2 വട്ടം വാങ്ങി നട്ടിട്ടും എന്നെ തേച്ചിട്ട് പോയൊരു പ്ലാന്റാണ് വാട്ടർമെലൺ പെപ്പറോമിയ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ ഞാനിതിപ്പം മഴക്കാലമായിരുന്നിട്ട് കൂടി റിസ്കിൽ ഒന്നുകൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാട്ടർമെലൺ പെപ്പറോമിയ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പ്ലാന്റാണ്. അത് ഈ കാലാവസ്ഥയിലല്ല, അതൊക്കെ വേനൽ കാലാവസ്ഥയുടെ ആൾക്കാരാണ്. നിക്കോഡിയ എന്ന് പറയുന്ന ടെക്സാസ് ഈജ് എന്നറിയപ്പെടുന്ന ടെക്സാസിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ കൊറിയറിലുള്ളത്. പറഞ്ഞ പോലെ തന്നെ പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇവരുടെ പാക്കിങ്ങൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഒരു നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അവർ അയച്ചു തരുന്നത്. ഇപ്പം ഈ പ്ലാന്റ് ഞാൻ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാൻ സെൽഫ് വാട്ടറിങ് ഒരു പോട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൽ വേര് വന്നതായതുകൊണ്ട് പോട്ടിംഗ് മിക്സായിട്ട് ഞാൻ മണലും ചാണകപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടും ചെടിക്ക് വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടും ഞാനിപ്പം ചകിരിച്ചോറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഞാനിപ്പോൾ ഈ പറയുന്ന പോട്ടിംഗ് മിക്സ് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടോ? ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ പ്രത്യേകത. കറക്റ്റ് നമ്മളൊരു തണ്ണിമത്തൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ ഇല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വാട്ടർമെലൺ പെപ്പറോമിയ എന്ന പേര് വന്നതും. ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം, ഔട്ട്ഡോറായിട്ട് വെക്കാം. ഇതിന് ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മൾ വാട്ടറിങ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നീർവാഴ്ചയുള്ള മണ്ണിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതൊരു ഇൻഡോറായിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഇതിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ പതിവ് പറയുന്ന പോലെ തന്നെ വേരിലുള്ള ആ ചെളി കൊണ്ടുള്ള ആ ഒരു മണ്ണ് ഞാൻ എന്തായാലും ഇളക്കി കളയുന്നുണ്ട്. എന്നിട്ട് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ടെക്സാസ് ഏജാണ് ബാക്കിയിരിക്കുന്നത്. അത് ഞാൻ നോർമലി താഴത്തെ എവിടെയെങ്കിലും നടാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം മരം പോലെ വളരുന്ന ഒരു ഷ്രബാണ്. അപ്പോൾ അത് കുറച്ച് മരമായിട്ട് വളർന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കണം. നിക്കോഡിയൻ്റെ പൂവ് നല്ല വയലറ്റ് കളറിൽ. പൂ മാത്രമല്ല, അതിൻ്റെ ഇലയെ അതിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്ത് അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺസ് കൂടെ, കളർഫുൾ സ്റ്റോൺസ് കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ.